നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻട്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പുതുജീവൻ നൽകിയെന്നും P. ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. അറസ്റ്റിലായത് BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. നടപടി പോസ്റ്റ് ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന രീതിയിൽ ബൈജു പ്രചരണം നടത്തിയെന്ന കാരിക്കാട് സ്വദേശിയുടെ പരാതിയിൽ. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പാതയോരത്ത് കണ്ടെത്തിയത് 3 കഞ്ചാവ് ചെടികൾ. ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയതാണെന്ന് എക്സൈസ് അധികൃതർ. മേഖലയിൽ പരിശോധന ശക്തമാക്കി. വാർത്തകൾ വിശദമായി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. മെഫെൻട്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷനാണ് പിടികൂടിയത്. ഡോക്ടറുടെ കുറിപ്പോടെ മെഡിക്കൽ ഷോപ്പിൽ മാത്രം വിൽക്കേണ്ട മരുന്നാണിത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ. PTA മുഖേനയുള്ള താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറിക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ദളിത് കോൺഗ്രസ് നടത്തിയ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു P. ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് P. ഹരിഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ മൂലം തകർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതുജീവൻ നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാനായി അധ്യാപക വിദ്യാർത്ഥി അനുപാതം 30:1 ആക്കിയതും പരീക്ഷകൾ തിരികെ കൊണ്ടുവന്നതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇന്ന് അധ്യാപക നിയമനങ്ങൾ പാർട്ടിവൽക്കരിക്കുകയാണ്. സംവരണ തത്വം അട്ടിമറിച്ചാണ് നടപടികൾ. വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയവൽക്കരിച്ച് കൊള്ള നടത്തുകയാണ് ഇടതു സർക്കാരെന്നും ഹരിഗോവിന്ദൻ ആരോപിച്ചു. എനിക്ക് തന്നെ പലപ്പോഴും അനുഭവമുണ്ട്. ഞാൻ തന്നെ പല കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി പറയുന്നവരെ വയ്ക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ വളരെ സുഗമമായി ഈ വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ട മുഴുവൻ പോസ്റ്റിലേക്കും ആളെ വയ്ക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിക് സെഷൻ അധ്യാപക തസ്തിക നിർണയം ഇനിയും നടന്നിട്ടില്ല. അപ്പൊ അധ്യാപക തസ്തിക നിർണയം നടന്നാൽ കൂടുതൽ തസ്തികകൾ ഉണ്ടാവും. ആ തസ്തികകൾ ഉണ്ടായാൽ ആ ഇവര് പറഞ്ഞ കുട്ടികൾ കൂടുതൽ വരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഈ സർക്കാരിന്റെ ഭാഗമായി കുട്ടികൾ കൂടുതലായി സ്കൂളിലേക്ക് വരുന്നു. എപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയത്? നമുക്ക് ഓർമ്മയുണ്ടോ? DPEP കാലഘട്ടം മുതൽ ഈ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിച്ച് ഇത് ആർക്കും വേണ്ടാത്ത പാഠ്യപദ്ധതിയായി മാറി നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് കുട്ടികളെ പോയേ. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M. നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. നേരത്തെ KPCC സെക്രട്ടറി C. ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, P. ബാലഗോപാൽ, നീലടി സുധാകരൻ, K. ഉമാശങ്കർ, V. മാധവൻ, C. പ്രേംനവാസ്, M. സരോജിനി, S. കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന സന്ദേശം ഫേസ്ബുക്കിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബൈജു വേലായുധൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇസ്ലാം മതത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഉൾപ്പെടെ മറ്റ് മതപണ്ഡിതരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയിരുന്നു. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയതിനാണ് ബൈജുവിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കരിക്കാട് സ്വദേശി താഴത്തേതിൽ വീട്ടിൽ റാഫിയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കഞ്ചാവ് ചെടികൾ. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇവ ആരോ വളർത്തുന്നതാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പാതയോരത്ത് വളർത്തുന്ന നിലയിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികളാണ് കുന്നംകുളം എക്സൈസ് പിടികൂടിയത്. ആളൂർ പെരുമണിൽ പാതയോരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഞ്ചാവ് ചെടിയും 6 സെന്റിമീറ്റർ വീതം നീളമുള്ള മറ്റ് 2 ചെടികളുമാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AC ജോസഫ്, മോഹൻദാസ്, പ്രിവന്റീവ് ഓഫീസർ സിബി സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പരിശോധന ശക്തമാക്കി. പിടികൂടിയ കഞ്ചാവ് ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയ നിലയിലായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി. 10 കോടി രൂപ ചെലവിൽ 5 നില കെട്ടിടമാണ് ഉയരുക. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഈ വർഷാവസാനം നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പട്ടാമ്പി നഗരസഭ പുതിയ കെട്ടിടത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പില്ലറിനാവശ്യമായ പൈലിംഗ് പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ നിലവിലെ മത്സ്യ മാർക്കറ്റിന് സമീപമായാണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. 10 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഈ വർഷാവസാനം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ, അത്യാധുനിക രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസ്, പ്രത്യേക ഇരിപ്പിടങ്ങൾ, അതായത് ജനങ്ങൾക്ക് വന്നാൽ അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളും ബാത്റൂം സൗകര്യങ്ങളടക്കം കേരളത്തിലെ ആദ്യമായി സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോടു കൂടിയിട്ടാണ് 5 നിലകളിലായി പട്ടാമ്പി നഗരസഭയുടെ പുതിയ കെട്ടിടം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും വളരെ സുഗമമായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നഗരസഭയിലെത്തി അവരുടെ കാര്യങ്ങൾ നടത്തി പോകാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ രീതിയിൽ തന്നെ ഒരു മീറ്റിംഗ് ഹാളും അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ്, അത്യാധുനിക ഫ്രണ്ട് ഓഫീസ്, പ്രത്യേക ഇരിപ്പിടങ്ങൾ, ബാത്റൂം സംവിധാനം, വിശാലമായ മീറ്റിംഗ് ഹാൾ, കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം ഉയരുക. കൂടാതെ സെൻട്രലൈസ്ഡ് AC സൗകര്യത്തോടുകൂടിയായിരിക്കും 5 നില കെട്ടിടം പ്രവർത്തിക്കുക. ഓഫീസിലെത്തുന്നവർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിലായിരിക്കും പുതിയ മുനിസിപ്പൽ ടവർ ഒരുക്കുന്നതെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. SFI ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കണ്ണിയമ്പുറം ഫിഷാരിഡീസ് ഓഡിറ്റോറിയത്തിലെ ഗാസ നഗറിൽ നടന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുകയാണ്, ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് തെരുവോരങ്ങൾക്കകത്ത് മുട്ടിച്ചുരുട്ടുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ക്രിയാത്മകമായ ചർച്ചകൾ, ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വിജയിപ്പിക്കാൻ സാധിക്കണമെന്ന് ആമുഖമായ സർക്കാരോട് സൂചിപ്പിച്ചു നോക്കുകയാണ്. പറഞ്ഞു. SFI ഏരിയ പ്രസിഡന്റ് AM മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TM ദുർഗാദാസൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം KC നിമേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, സ്വാഗത സംഘം ചെയർമാൻ MIR റസാഖ്, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് K പ്രേംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം അബു ഫാസിൽ, CR രജിഷ, റോഷൻ ചന്തു, O രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP ഉമർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയൻകാവ്, മുസ്തഫ വല്ലപ്പുഴ, മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് സുലൈമാൻ അടയ്ക്കാപുത്തൂർ, ശശി ചളവറ, അബ്ദുറഹ്മാൻ, സുധേഷ്, വിനിൽ, രാജീവ് പിള്ളത്ത്, M സതീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CP ജയൻ പ്രസിഡന്റ്, PP ഉമ്മർ ജനറൽ സെക്രട്ടറി, M സതീഷ് ട്രഷറർ, മൊയ്തീൻകുട്ടി മജസ്റ്റിക്, അനിയൻ മേനോൻ വൈസ് പ്രസിഡന്റുമാർ, റഷീദ് അല്ലാമ, ബഷീർ സ്റ്റാർ, അബൂബക്കർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ജൂൺ 1 ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, ആചാര്യവരണം, ഭാഗവത പ്രഭാഷണം എന്നിവയും നടന്നുവരുന്നു. ആ കൃഷ്ണന്റെ ചരിത്രങ്ങൾ ഇതാ എപ്പോഴും കൃഷ്ണൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതായ ആ ഒരു സ്മരണകൾ കൊണ്ടാണ് യശോദ വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യസ്ഫൂർണ്യവാസാക്ഷിയോധര. ക്ഷേത്രം പ്രസിഡന്റ് പി രാജൻ, മാനേജർ സി കെ കൃഷ്ണദാസ്, കെ രാധാകൃഷ്ണൻ, എം ചന്ദ്രൻ, കെ കണ്ണമണി, പി എൻ വത്സകുമാർ, വി കെ മുകുന്ദൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. യജ്ഞനാളുകളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. ബുധനാഴ്ച വൈകുന്നേരം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കാളികളായത്. വ്യാഴാഴ്ച വൈകിട്ട് സർവൈശ്വര്യ പൂജയും രാത്രി വിദ്യാഗോപാലർച്ചനയും നടക്കും. ജൂൺ 1 നടക്കുന്ന പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ വേനൽക്കാല സംഭാര വിതരണം സമാപിച്ചു. കൊടുംവേനൽ ദിനങ്ങളിലുൾപ്പെടെ 50 ദിവസമാണ് വായനശാല പ്രവർത്തകർ ശീതളപാനീയ വിതരണം നടത്തിയത്. സംഭാരത്തിനു പുറമെ തണുപ്പിച്ച നാരങ്ങവെള്ളം, തണ്ണിമത്തൻ എന്നിവയും പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വിതരണം ചെയ്തിരുന്നു. 50 ദിവസങ്ങളിൽ ശീതളപാനീയ വിതരണം നടന്നു. 44,500 പേർ ശീതളപാനീയം കുടിക്കാനെത്തി. ശീതളപാനീയ വിതരണത്തിനായി 1,30,000 രൂപയാണ് ചിലവഴിച്ചത്. 39 പേരാണ് ഇതിലേക്ക് സംഭാവന നൽകിയത്. കൊടും വേനലിൽ ആശുപത്രിയിലെത്തിയവർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമായിരുന്നു വായനശാലയുടെ തണ്ണീർ പന്തൽ. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി സി വിജയൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൽ പ്രധാനമായ കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ വരൾച്ചയുണ്ടായ വേനലുണ്ടായ ഒരു കാലഘട്ടമാണ് ഈ വർഷമെന്ന് പറയുന്നത്. ഏറ്റവും രൂക്ഷമായ വരൾച്ച, ഏറ്റവും രൂക്ഷമായ വെയിൽ, ഇതിനെയൊക്കെ അതിജീവിച്ച അതിൻ്റെ എല്ലാം ചിത്രത്തിന് നേതൃത്വം കൊടുത്ത ഒരു വായനശാല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ. വായനശാല പ്രസിഡന്റ് കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി പി പ്രദീപ് കുമാർ, കൗൺസിലർ പി കല്യാണി, ഭരണസമിതി അംഗങ്ങളായ എം സി രാമചന്ദ്രമേനോൻ, ഫ്രാൻസി പോൾ, എസ് ശോഭന, പി ലത, മുസ്തഫ ഹാജി, പി അഭിനവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്നതിനായി ഓറിയന്റേഷൻ പ്രോഗ്രാം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി, കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ചത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജ് PTA, IQAC, 4 വർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, NCC കേഡറ്റുകൾ, മറ്റു വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രശ്മി അധ്യക്ഷയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് VT ശോഭന, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ്, അക്കാദമിക് കോർഡിനേറ്റർ P താഹിറ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷി ക്ലാസിന് നേതൃത്വം നൽകി. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേങ്ങശ്ശേരി അകവണ്ട 8ാം വാർഡിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡംഗം PB ധന്യ നിർവഹിച്ചു. ഈ വർഷവും നമ്മൾ അകവണ്ട വാർഡ് വികസന സമിതിയുടെ ഭാഗമായി ഈ വർഷവും അതേ പരിപാടി തുടർന്ന് വരികയാണ്. നമ്മുടെ വാർഡിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടുകിടക്കുന്ന വാർഡിലും ഈ പരിപാടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമായി ക്യാഷ് കൊടുത്തിട്ടും സ്പോൺസറെ കണ്ടുകൊണ്ടും നമ്മൾ ഈ പരിപാടി
മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ വർഷം നമ്മൾ 100 കുട്ടികൾക്കാണ്. പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ നെച്ചിക്കാട്ടിൽ മണികണ്ഠൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ധന്യ നെച്ചിക്കാട്ടിൽ, മണികണ്ഠൻ എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. എ സഹദേവൻ, കെ രാമകൃഷ്ണൻ, PM ശ്രീധരൻ, T അനീഷ്, K മുരളീധരൻ, KC ചന്ദ്രൻ, P അജീഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പ്രധാനപ്പെട്ടത് പ്ലസ് പോകുമ്പോൾ പഠനം തന്നെയാണ്. നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പഠനങ്ങൾ, അക്കാഡമിക് ലൈഫ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ആർട്സ്, സ്പോർട്സ്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഈ 2 കാര്യങ്ങൾ +2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു വലിയ ജീവിതം ഒരു മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉള്ള ഒരു വലിയൊരു ലോകമാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ചടങ്ങിൽ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി. പ്രകൃതി ചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച റവന്യൂ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തഹസീൽദാർ ബിന്ദു, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ദ് മുഹമ്മദ്, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻട്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പുതുജീവൻ നൽകിയെന്നും P ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. അറസ്റ്റിലായത് BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. നടപടി പോസ്റ്റ് ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന രീതിയിൽ ബൈജു പ്രചരണം നടത്തിയെന്ന കാരിക്കാട് സ്വദേശിയുടെ പരാതിയിൽ. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പാതയോരത്ത് കണ്ടെത്തിയത് 3 കഞ്ചാവ് ചെടികൾ. ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയതാണെന്ന് എക്സൈസ് അധികൃതർ. മേഖലയിൽ പരിശോധന ശക്തമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.